തുടർന്നും ചിത്രകൂടത്തിൽ വസിച്ചാൽ അയോധ്യയിൽ നിന്നും ഭരതനും മറ്റും വന്ന് ബുദ്ധിമുട്ടിക്കുമെന്നും ശ്രീരാമന് തോന്നുകയും തെക്കോട്ട് നടന്ന് ഇരുട്ട് നിറഞ്ഞ ഒരു വനമധ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി. അത്രി പത്നിയായ അനസൂയ സീതയ്ക്ക് സാധുപദേശങ്ങൾ നൽകുകയും സുഗന്ധദ്രവ്യവും വാടാമല്ലിയും 2 കുണ്ടൽ പണ്ട് വിശ്വകർമാവിൽ നിന്നും ലഭിച്ച ദിവ്യമായ പട്ടുവസ്ത്രങ്ങളും സമ്മാനിക്കുകയും ചെയ്തു. അന്നു രാത്രി അവർ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർ മഹർഷിയോടും പത്നിയോടും മറ്റും വിടവാങ്ങി തെക്കോട്ട് തന്നെ യാത്ര തുടർന്നു. ദണ്ഡകാരണ്യം എന്ന ഭയങ്കര വനത്തിലെത്തി. അവിടെ വെച്ച് വിരാതൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിക്കുവാൻ ശ്രമിച്ചു. കുബേരൻ്റെ ശാപം മൂലം രാക്ഷസനായി തീർന്ന തുംബുരു എന്ന ഗന്ധർവനായിരുന്നു അത്. സീതയെ ബലകരമായി എടുക്കാൻ ശ്രമിച്ച ഉപദ്രവകാരിയായി അക്ഷരാർത്ഥത്തിൽ തന്നെ അറിയപ്പെടുന്ന അവൻ്റെ 2 കൈകളെയും രാമൻ മുറിച്ചു. എന്നാൽ ആയുധം കൊണ്ട് മരണപ്പെടുകയില്ലെന്നുള്ള വരം ബ്രഹ്മാവിൽ നിന്നും ലഭിച്ചിട്ടുള്ളതുകൊണ്ട് തല വെട്ടി മാറ്റി ഒരു കുഴി ഉണ്ടാക്കി അവനെ അതിൽ തള്ളിയിട്ടു. വീരാതന് ശാപമോക്ഷവും ലഭിച്ചു.